ഹലോ, നമുക്കിന്ന് നല്ല ടേസ്റ്റിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ചെമ്മീൻ മുളകിട്ടത് ഉണ്ടാക്കിയാലോ? എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു യൂട്യൂബറാണ് റീഫിൽ യുവർ ടമ്മി. ആളുടെ ഫുഡ് വീഡിയോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിക്കാരൻ്റെ വീഡിയോയിൽ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു ഐറ്റാണ് ഈ ചെമ്മീൻ മുളകിട്ടതും മീൻ മുളകിട്ടതും ഒക്കെ. നിങ്ങൾ ആളുടെ വീഡിയോസ് കാണാറുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അതിനു മുന്നേ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഒരു പാത്രം ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. നിങ്ങളെ കയ്യിൽ മൺചട്ടി ഉണ്ടെങ്കിൽ അതിലുണ്ടാക്കുന്നതായിരിക്കും കേട്ടോ ഏറ്റവും ബെസ്റ്റ്. അപ്പം നന്നായി ചൂടായ ഈ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ അളവിൽ വലിയ ജീരകം ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി 5 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതോ അല്ലെങ്കിൽ ചതച്ചതോ, 2 പച്ചമുളക് ചതച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഒരു 15 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള ചെറിയ ഉള്ളി ആണെങ്കിൽ ഒരു 10 എണ്ണം ചേർത്ത് കൊടുത്താൽ മതി. ഇത് പെട്ടെന്നൊന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതിൻ്റെ കളറൊക്കെ മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളിയുടെ കളറൊക്കെ മാറി നന്നായി വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഒരു മീഡിയം സൈസുള്ള തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായി വരുന്നത് വരെ ഇതിനൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇവയെല്ലാം ചേർത്തിട്ട് മസാലയുടെ പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. എല്ലാം നല്ലപോലെ മിക്സാക്കി ഇതിന്ന് എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന സമയത്ത് 1/4 കപ്പ് അളവിൽ പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1.5 കപ്പ് അളവിൽ സാദാ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് മിക്സാക്കി എടുത്താൽ 1 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനൊന്ന് തിളപ്പിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 200 ഗ്രാം ചെമ്മീനാണ്. അപ്പോൾ ചെമ്മീൻ നന്നായി ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി ഇപ്പം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ചെമ്മീൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെമ്മീനെയൊക്കെ ആ ഗ്രേവിയിലേക്ക് ഒന്ന് മുക്കി വയ്ക്കാം. എല്ലാം ഒന്ന് നല്ലപോലെ മിക്സ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് ഇതിനൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. മീഡിയം ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് ചെമ്മീൻ നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്. മസാലയൊക്കെ നല്ലപോലെ ചെമ്മീനിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ ടേസ്റ്റിന് എന്തെങ്കിലും ഇതിൽ മസാലകൾ കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അവസാനമായിട്ട് എണ്ണയിൽ കുറച്ച് കറിവേപ്പിലയും ചെറിയുള്ളിയും കൂടെ മൂപ്പിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഏകദേശം ഒരു 10 മിനിറ്റോളം ഇതിനൊന്ന് അടച്ചു വെക്കണേ. അപ്പോഴേക്കും എല്ലാം ഒന്ന് സെറ്റായി വരും. ഇപ്പോൾ ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ. ഇത് തുറക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ്. ഇനി ചോറിൻ്റെയോ ചപ്പാത്തിൻ്റെയോ അപ്പത്തിൻ്റെയോ പൊറോട്ടയുടെ കൂടെയോ ഒക്കെ കഴിക്കാവുന്നതാണ്. നിങ്ങളിത് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ്. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.